ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലോഡഡ് ഫ്രൈസിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ കയ്യിൽ ഫ്രഞ്ച് ഫ്രൈസും ബോൺലെസ് ചിക്കനും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കേണ്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി റെസിപ്പിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 250 ഗ്രാം ചിക്കനാണ് എടുത്തത്. ഈ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ പീസായിട്ട് ഇതുപോലെ മുറിച്ചെടുക്കണം. എന്നിട്ട് ഈ ചിക്കനിലുള്ള വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സ്ട്രെയിനറിലിട്ട് വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഓയിലൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കാം. ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ വേണ്ടി കിട്ടും. ഫ്രഞ്ച് ഫ്രൈസ് വീട്ടിൽ ഉണ്ടാക്കാനും നല്ല എളുപ്പം തന്നെയാണ്. നമുക്ക് ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലുള്ള എണ്ണയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമുക്കിതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കാം. ആദ്യം ഇതുപോലുള്ളൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഒലീവ് ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ ഉപയോഗിക്കാം. വെളിച്ചെണ്ണ എടുക്കരുത്. വെളിച്ചെണ്ണ എടുക്കുമ്പോൾ ഇതിൻ്റെ ഫ്ലേവർ മാറിപ്പോവും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ വെളുത്തുള്ളിയുടെ കളറൊന്ന് ജസ്റ്റ് ഒന്ന് മാറി വരുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതിപ്പോൾ ഇവിടെ കുറച്ചധികം കളർ മാറിപ്പോയിട്ടുണ്ട്. ഇത്രയും മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. ഈ ചിക്കൻ ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഒരു വൈറ്റ് കളറാവുന്നവരെ ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിൽ തന്നെ ഇത് വെന്ത് കിട്ടിക്കോളും. നമ്മളിതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ചിക്കൻ ഇവിടെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ഇതുപോലെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇത് വെന്തിട്ടുണ്ടോയെന്ന്. ഇത്രയും മതി. ഒരുപാടങ്ങ് വേവിക്കരുത്. ഒരുപാടങ്ങ് വേവിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചിക്കൻ ഹാർഡായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിച്ച് കൊടുക്കാം. എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. സോയാ സോസിലൊക്കെ ഉപ്പുള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ പാപ്രിക്ക പൗഡറാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ കയ്യിൽ പാപ്രിക്ക പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്താൽ മതി. 1 ടീസ്പൂൺ ഒറിഗാനോ ചേർക്കുക. 1/2 ടീസ്പൂൺ ബേസിൽ ചേർക്കുക. ഒറിഗാനോ ബേസിലൊക്കെ എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നല്ലൊരു ഫ്ലേവർ കിട്ടുക ഇതിന്. ഇനി നമ്മളിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ ഒരു രീതിയിലാണ് ചിക്കൻ ഇരിക്കേണ്ടത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അധികം ഡ്രൈ ആയിട്ടിരിക്കരുത്. ഇതുപോലെ ഇത്തിരി ഗ്രേവിയുള്ള രീതിയിലാണ് ഇരിക്കേണ്ടത്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു ട്രേ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് മൊസറല്ല ചീസാണ്. മൊസറല്ല ചീസ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് പിസ്സ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കണം. നമ്മുടെ കയ്യിൽ പിസ്സ സോസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ഇട്ട് കൊടുത്താലും മതി. ഒരു സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മേലെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കന് ഇതുപോലെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. ചിക്കൻ മുഴുവനായിട്ട് ഇതിൻ്റെ മേലെ ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലെ കുറച്ചുകൂടെ മൊസറല്ല ചീസ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് മൈക്രോവേവ് ഓവനിലോ അതല്ലെങ്കിൽ ഇലക്ട്രിക് ഓവനിലോ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. ഈ ചീസൊക്കെ ഒന്ന് മെൽറ്റായി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ചെയ്യുന്നത്. ഒരു 5 മിനിറ്റ് ഇത് ഓവനിലൊന്ന് വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ലോഡഡ് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്